ശ്രീത്തെ സത്യം പറയാലോ, എല്ലാവരും കാത്തിരിക്കുന്നത് തിരിച്ചടി ആണ്. എന്തായാലും പ്രതികാരം ചെയ്യും, ഒരു സംശയവുമില്ല അക്കാര്യത്തിൽ. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം അത് വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷേ അത് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് പലരും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള. ഇപ്പം പ്രധാനമന്ത്രി പറഞ്ഞത് സങ്കല്പിക്കാനാവാത്ത വിധത്തിലുള്ള ശിക്ഷ കൊടുക്കും എന്നുള്ളതാണ്. ഏത് തരത്തിലായിരിക്കും ഒരു പ്രത്യാക്രമണം ഉണ്ടാവുക? ശ്രീ അനിൽ, അത് ഈ ഒരു ഘട്ടത്തിൽ ഒരു പക്ഷേ അത് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം മുമ്പാണെങ്കിലും നമ്മൾ പുൽവാമ അറ്റാക്ക് ഉണ്ടായിരുന്ന സമയത്ത് അതിന് തിരിച്ചടി നൽകുന്നത് വളരെ സ്ട്രാറ്റജിക്കായിട്ട് പ്ലാൻ ചെയ്തിരുന്ന ഒരു സർജിക്കൽ സ്ട്രൈക്കിലൂടെയാണ്. അപ്പോൾ അത് ആ രീതിയിൽ നമ്മൾ ആ സമയത്ത് പ്രതികരിക്കും എന്ന് ആരും തന്നെ വിലയിരുത്തിയിരുന്നില്ല. പ്രത്യേകിച്ച് ഈവൻ സൈന്യത്തിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്തിരുന്ന ഡിഫൻസ് എക്സ്പേർട്ടുകളായിട്ടുള്ള ആൾക്കാർ പോലും ആ രീതിയിലത്തേക്കുള്ള ഒരു പ്രിസിഷൻ ടാർഗറ്റിംഗ് ആണ് നമ്മളതിന് മറുപടിയായിട്ട് പറയുക എന്ന രീതിയിലത്തേക്കൊന്നും തന്നെ അന്ന് അത് ഉണ്ടാകുന്നത് വരെ അഭിപ്രായം പോലും പറഞ്ഞിരുന്നില്ല. അപ്പോൾ അതേ അപ്രോച്ച് തന്നെയാണോ ഇത്തവണയും സ്വീകരിക്കാൻ പോകുന്നത്, അതോ കുറച്ചുകൂടി കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള കുറച്ചുകൂടി ലാർജ് സ്കെയിലുള്ള ഒരു എസ്കലേറ്റ് ചെയ്ത രീതിയിലത്തേക്കുള്ള ഒരു തിരിച്ചടിയാണോ നൽകാൻ പോകുന്നത് എന്ന കാര്യത്തിനെ പറ്റി അങ്ങനെയുള്ള പ്രതീക്ഷകളാണ് കൂടുതലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാകും. കാരണം പ്രധാനമന്ത്രി നമുക്കറിയാം കഴിഞ്ഞ ദിവസം സംസാരിക്കുന്നത് ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു റാലിയിലാണ്. ആ സമയത്ത് സാധാരണ അദ്ദേഹം സംസാരിക്കേണ്ടത് ഹിന്ദിയിലാണ്. പക്ഷേ ഈ ഒരു ഭാഗം മാത്രം അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞു. അദ്ദേഹത്തിന് അറിയാം ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പബ്ലിക് അഡ്രസ് ആണ്. അപ്പോൾ അതെ, തെരഞ്ഞെടുപ്പ് റാലി ആയിരുന്നില്ല. ശരി, ഞാനത് തെരഞ്ഞെടുപ്പ് റാലി എന്ന രീതിയിലാണ് റിപ്പോർട്ട് പഞ്ചായത്തിലെ. യെസ്, ശരി, ആയിക്കോട്ടെ. അപ്പൊ ഞാനത് തെരഞ്ഞെടുപ്പ് റാലി എന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കണ്ടതുകൊണ്ടാണ് പറഞ്ഞത്. തിരുത്തുന്നു. അപ്പോൾ അവിടെ അദ്ദേഹം പറയുന്നത് തന്നെ അദ്ദേഹത്തിന്റെ ബാക്കി പ്രസംഗം മുഴുവനും ഹിന്ദിയിലാണ്. പക്ഷെ ഈ ഒരു ഭാഗം മാത്രം അദ്ദേഹം ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നതിന്റെ കൃത്യമായ ഉദ്ദേശം ഈ ഒരു സംഭവത്തിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പബ്ലിക് സ്പീച്ചിൽ ഇത് കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് എന്നും ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്നും അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് ഈ ഭൂമിയുടെ അവസാനം വരെ നിങ്ങളെ ചേസ് ചെയ്ത് ഇല്ലാതെയാക്കുമെന്ന രീതിയിലത്തേക്കുള്ള അതിശക്തമായിട്ടുള്ള ഒരു സന്ദേശം പറഞ്ഞത്. അപ്പൊ ഇതിന് വെറുതെ അങ്ങ് ചെയ്താൽ പോരാ, മറിച്ച് അതിന് ബൃഹത്തായിട്ടുള്ള ഒരു പ്ലാനിങ്, ഗൃഹപാഠം ഒക്കെ ഉണ്ടാകണം. നമുക്ക് സാധാരണ രീതിയിൽ ഒരു അടി ഉണ്ടായാൽ അതിന് തിരിച്ചടി കൊടുക്കേണ്ടത് എങ്ങനെയാണ് എന്നതുമായി ബന്ധപ്പെട്ടും നമ്മുടെ സൈനിക വിന്യാസം എങ്ങനെയായിരിക്കണം എന്നതുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ വളരെ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള ബ്ലൂ പ്രിന്റുകൾ ഉള്ളതാണ്. അതെല്ലാ സേനയ്ക്കും അതേപോലെ തന്നെ ഉള്ളതാണ്. അത് എക്സിക്യൂട്ട് ചെയ്യേണ്ടുന്ന കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുമ്പോൾ അത് പ്രത്യേകിച്ച് TRF എന്ന് പറയുന്ന ഒരു സംഘടന അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അതിനെ പാകിസ്ഥാനുമായി ലിങ്ക് ചെയ്തുകൊണ്ട് നമ്മൾ മുമ്പ് ചെയ്തിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ വിശ്വാസത്തിലെടുക്കുന്ന നമ്മളോട് വലിയ ആഭിമുഖ്യമുള്ള മറ്റ് ലോകരാജ്യങ്ങൾക്ക് നമ്മൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ബ്രീഫിംഗ് കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണയാണെങ്കിലും നമ്മൾ ഈ സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് നമ്മളോട് താല്പര്യമുള്ള രാജ്യങ്ങൾക്ക് നമ്മളൊരു ബ്രീഫിംഗ് കൊടുത്തിരുന്നു. അതേപോലെ തന്നെ കൊടുക്കുകയും അതിൽ യാതൊരു വിധത്തിലുള്ള പാകപ്പിഴകളും ഇല്ല എന്നും അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ നമുക്കുണ്ടാകും എന്നതിനെക്കുറിച്ച് പൂർണ്ണമായും ഒരു അഷുറൻസ് കൂടി വാങ്ങിയെടുത്തതിന് ശേഷമായിരിക്കും നമ്മൾ ഈ ഒരു ആക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക. പക്ഷെ അതല്ലാതെ നമ്മൾ ചെയ്തിരിക്കുന്ന വളരെ ദൂരവ്യാപകമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കാവുന്ന മറ്റു പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇനി സമീപകാലത്തൊന്നും തന്നെ പാകിസ്ഥാൻകാർക്ക് നമ്മൾ വിസ ഇഷ്യൂ ചെയ്യും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. നമ്മൾ അട്ടാരി ബോർഡർ തുറന്നു കൊടുക്കും എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രതീക്ഷ ഉണ്ടാകേണ്ടുന്ന കാര്യമില്ല. പിന്നെ നമ്മൾ ഈ വാട്ടർ കരാറുണ്ടല്ലോ, ഇൻഡസ് വാട്ടേഴ്സ് ട്രീറ്റി, ആ ട്രീറ്റി നമ്മൾ അതിനെ ഐസിന് പുറത്ത് വെക്കാനുള്ള ഒരു തീരുമാനം എടുത്തതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ പ്രതികരിച്ചിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് മാത്രം നോക്കിയാൽ മതി അത് എത്രത്തോളം ദൂരവ്യാപകമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു തീരുമാനമാണ് എന്ന്. ഉദാഹരണത്തിന് പാകിസ്ഥാനിലെ ഡോൺ പോലെയുള്ള പത്രങ്ങളിലൊക്കെ തന്നെ നിറഞ്ഞു കാണുന്ന ആർട്ടിക്കിളുകളും ഒപ്പീനിയനുകളും പറയുന്നത് വാട്ടർ ടെററിസം എന്നാണ്. അതായത് ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി വെള്ള തീവ്രവാദം അഥവാ ജല തീവ്രവാദം നടത്തുന്നു എന്ന രീതിയിലത്തേക്കാണ് പറയുന്നത്. അതായത് ഒരു തീവ്രവാദ പ്രവർത്തനം നടത്തിയാൽ അതെങ്ങനെയാണോ ഒരു ജനതയുടെ മുച്ചൂട് മുടിക്കുന്നത് എന്നതിനെക്കുറിച്ച് മറ്റാരും പറയാതെ നന്നായി അറിയാവുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെ അതിന് സമാനമായിട്ടുള്ള ഒരു നടപടി ഒരു നയപരമായിട്ടുള്ള തീരുമാനത്തിലൂടെ ഉണ്ടായാൽ അത് തീവ്രവാദത്തിന് സമാനമാണ് എന്ന് മനസ്സിലാക്കാനും അവർക്ക് കഴിയും. അപ്പൊ അതുകൊണ്ടാണ് വാട്ടർ ടെററിസം എന്നുള്ള ഒരു വാക്ക് അവർ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിലേക്ക് നമ്മൾ പോകുമ്പോൾ പോലും കേവലം വെറുതെ എന്ന് പോകുന്നതല്ല. പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് ഇപ്പൊ പെട്ടെന്ന് ഈ ഒരു തീരുമാനം അങ്ങ് എടുത്തു എന്നാണ്. 2 വർഷം മുമ്പ് തന്നെ ഈ കരാറിൽ കുറേയധികം മാറ്റങ്ങൾ ഉണ്ടാക്കണം എന്ന് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ
പാകിസ്ഥാനോട് പറഞ്ഞിരുന്നതാണ്. അന്ന് പറഞ്ഞിരുന്ന 3 പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണോ ആ കാരണങ്ങൾ തന്നെയാണ് നമ്മൾ ഇത്തവണ ആ കരാറിനെ നമ്മളുടെ ഭാഗത്ത് നിന്ന് അതിനെ മരവിപ്പിച്ചുകൊണ്ട് നമ്മൾ പാകിസ്ഥാനെ അറിയിച്ചിരിക്കുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഇടയ്ക്ക് ഒരു നെഗോസിയേഷൻ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ തന്നെ പാകിസ്ഥാനോട് ഔദ്യോഗികമായി നയതന്ത്ര രംഗത്ത് തന്നെ ബന്ധപ്പെട്ടപ്പോൾ പാകിസ്ഥാൻ അതിന് തയ്യാറല്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ കരാറിന്റെ സ്വഭാവം അനുസരിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടതാണ്. പക്ഷെ ആ ഒരു നെഗോസിയേഷന് പാകിസ്ഥാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ പിന്നെ ഇന്ത്യ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ അതുകൊണ്ടാണ് അതിന് വേണ്ടുന്ന കൗണ്ടർ മെഷേഴ്സ് നയതന്ത്രപരമായിട്ട് വേൾഡ് ബാങ്കിന്റെ കൂടി ഉത്തരവാദിത്തത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ടും ആർബിട്രേഷനുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനും പോകുന്ന ഘട്ടത്തിലാണ് 2 വർഷങ്ങൾക്കിപ്പുറം നമ്മൾ ആ പറഞ്ഞതിന് 3ാമത്തെ പ്രധാനപ്പെട്ട കണ്ടീഷനായിട്ടുള്ള പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ നിർത്തണം എന്നുള്ള ഒരു കാര്യത്തിനെ പാകിസ്ഥാൻ തുടർച്ചയായി ബ്രീച്ച് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം 26 ജീവനുകളാണ് ഇവിടെ പഹൽഗാമിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് എങ്കിൽ 26 കോടി ആൾക്കാരുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് പാകിസ്ഥാനിലേക്ക് നമ്മൾ ഒഴുക്കി കൊടുക്കുന്നത്. അപ്പൊ അതിനെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇതിന്റെ ഫ്ലോയെ നമ്മൾ ഓൾട്ടർ ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ അതിന് കൃത്യമായ രീതിയിലത്തേക്കുള്ള വാട്ടർ സൈക്കിൾസ് ഉണ്ട്. അവിടുത്തെ വെതറും അവിടുത്തെ കൃഷിയുടെ രീതികളും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ആശ്രയിച്ചിരിക്കുന്നത് പോലും ഏതൊക്കെ ഘട്ടത്തിൽ എത്രത്തോളം വെള്ളം അവിടെ കിട്ടുന്നു എന്നാണ്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ മെയ് മുതലുള്ള അടുത്ത 2-3 മാസത്തിൽ ഏറ്റവും കൂടുതൽ വെള്ളം പാകിസ്ഥാനിലേക്ക് ഒഴുകി പോകുന്ന സമയമാണ്. അപ്പൊ ഈ സമയത്തൊക്കെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ അതിനെ റെസ്ട്രിക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ പോലും പാകിസ്ഥാന് കൂടുതലായിട്ട് വെള്ളം കിട്ടാനുള്ള ഒരു സാധ്യതയുമുണ്ട്. പക്ഷെ അതിനുശേഷം ഈ ഗ്ലാസിയേഴ്സും മറ്റും നമുക്കറിയാമല്ലോ, അത് ഒരു അലിഞ്ഞ് കൂടുതലായിട്ട് ഈ നദികളിലെല്ലാം തന്നെ വെള്ളത്തിന്റെ തോതൊക്കെ കൂടുന്ന ഒരു ഘട്ടമുണ്ട്. അത് മാറുന്ന ശേഷം പിന്നീടുള്ള സമയത്ത് നമ്മൾ ഇതിനെ റെസ്ട്രിക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അതിന്റെ ഫ്ലോയുടെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യത്തിനെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടോ അതിൽ അവർക്ക് പ്രതീക്ഷിക്കുന്ന രീതിയിലേക്കുള്ള ഫ്ലോ ലഭ്യമാക്കുന്നില്ല, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കാത്ത സമയത്താണ് കൂടുതൽ ഫ്ലോ വരുന്നത് എങ്കിലൊക്കെ അവരുടെ വെതറിനെ ബാധിക്കുന്ന, അവരുടെ കൃഷിയെ ബാധിക്കുന്ന, അവരുടെ മൊത്തത്തിൽ അവരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രശ്നമാണ്. അപ്പൊ ഇത് മനുഷ്യത്വപരമാണോ അല്ലയോ എന്ന രീതിയിലത്തേക്കുള്ള പല ചർച്ചകളും ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യ ഒരിക്കലും ഇങ്ങനെ യുദ്ധമുണ്ടായിരുന്ന സാഹചര്യത്തിൽ പോലും പ്രതികരിച്ചിട്ടില്ലല്ലോ എന്ന് വിമർശിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരോടൊക്കെ പറയേണ്ടുന്ന ഒരൊറ്റ മറുപടി മാത്രമേ ഉള്ളൂ. ഇതുവരെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന നേരിട്ടുള്ള പാകിസ്ഥാൻ സ്പോൺസേഡായിട്ടുള്ള ആക്രമണം കൂട്ടത്തോടുകൂടി വന്നിരുന്നത് ഒന്നുമല്ലെങ്കിൽ ഇന്ത്യയുടെ സൈനികരോടാണ്. രാജ്യത്തിന്റെ അതിർത്തിയെ, മണ്ണിനെ സംരക്ഷിക്കാനായിട്ട് ചുമതലപ്പെട്ടിരിക്കുന്ന, അതിനുവേണ്ടി ജീവൻ പോലും ബലി കഴിപ്പിക്കാൻ വേണ്ടി സന്നദ്ധരായിരിക്കുന്ന പട്ടാളക്കാരാണ്. അവരാണ് നമ്മുടെ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ്. അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഇതുവരെ അവർ ടാർഗറ്റ് ചെയ്തിരുന്നതെങ്കിൽ ഇപ്പൊ അതും കടന്ന് അവർ കൂടി സുരക്ഷ ഒരുക്കേണ്ടുന്ന സാധാരണക്കാരായിട്ടുള്ള സിവിലിയൻസിനെ, അതും വിനോദസഞ്ചാരികളായിട്ടുള്ള ആൾക്കാരെ, അതും അമുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരെ തെരഞ്ഞുപിടിച്ചുകൊണ്ട് ജിഹാദി ആക്രമണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പോൺസർഷിപ്പാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ മുംബൈയിൽ ഉണ്ടായിരുന്ന തീവ്രവാദ ആക്രമണമുണ്ട്. ആ ആക്രമണത്തിൽ ആൾക്കാരുടെ ജാതിയും മതവും ഒന്നും ചോദിച്ചിട്ടായിരുന്നില്ല, കണ്ണിൽ കാണുന്ന ആൾക്കാരെ എല്ലാം വെടിവെക്കുകയായിരുന്നു. പക്ഷെ ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്താണ്? ഇവിടെ ഒരു ചെറിയ കുട്ടി പറയുന്നത് കേട്ടു നോക്കൂ. ഹിന്ദുക്കളും മുസ്ലിങ്ങളും വെവ്വേറെ കൂട്ടമായിട്ട് നിൽക്കുക, എന്നിട്ട് അവിടെയുള്ള ആൾക്കാരോട് നിങ്ങളുടെ പേര് ചോദിക്കുന്നു. പേര് കൊണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മതം ചോദിക്കുന്നു. ഇനി അഥവാ മതത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പറഞ്ഞു, ഇതിനകത്തിൽ തന്നെ ചില സ്റ്റേറ്റ്മെന്റുകൾ വന്നിരുന്നു, ഹി ഡസന്റ് ലുക്ക് ലൈക്ക് എ മുസ്ലിം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ കലിമ ചൊല്ലാനായിട്ട് പറയുന്നു. അപ്പൊ ഇതൊന്നും തന്നെ സാധിക്കാതെ വരുന്ന ആൾക്കാർക്ക് നേരെ നിറയൊഴുക്കിയാണ്. എന്ത് തെറ്റാണ് അവർ ചെയ്തിരിക്കുന്നത്? ഇന്ത്യ എന്ന രാജ്യത്ത് ജനിച്ചതുകൊണ്ടോ, ഇവിടെ ജീവിച്ചതുകൊണ്ടോ, ഇന്ത്യൻ പൗരനായതുകൊണ്ടോ ഒരാൾ സ്വാഭാവികമായിട്ടും പാകിസ്ഥാന്റെ ശത്രു, വെടിവെച്ച് കൊല്ലാവുന്ന രീതിയിലത്തേക്കുള്ള ശത്രുവാകുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ മനുഷ്യത്വം തീരെയില്ലാത്ത അങ്ങേയറ്റം നിറികെട്ട ഒരു അധമ രാജ്യമാണ്, ശത്രുവായിട്ടുള്ള ഒരു അയൽക്കാരനായി നമുക്കുള്ളത് എന്നുള്ളതാണ് എൻ്റെ വസ്തുത. അങ്ങനെയുള്ള ഒരു രാജ്യത്തിലെ ജനങ്ങളോട് നമ്മൾ മനുഷ്യത്വപരമായിട്ട് എല്ലായ്പ്പോഴും പെരുമാറണം എന്ന രീതിയിലത്തേക്കുള്ള ഒരു വൺ വേ ട്രാഫിക് ഇവിടെ നടക്കില്ലല്ലോ. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഏതൊരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലുള്ള ജനങ്ങളുടെ താല്പര്യം, അവരുടെ മനുഷ്യാവകാശങ്ങൾ അത് സംരക്ഷിക്കുക എന്നുള്ളതിന് പ്രതിജ്ഞാബദ്ധമാണ്. പാകിസ്ഥാനിലെ കാര്യം അവർ നോക്കണം. പാകിസ്ഥാനോട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് പോലും എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ അവർക്ക് ഓപ്ഷനാണ് കൊടുക്കുന്നത്. ക്രോസ് ബോർഡർ ടെററിസത്തിനെ നിങ്ങൾ പൂർണ്ണമായും ഇല്ലാതെയാക്കുക, അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, വെള്ളത്തെ തടസ്സപ്പെടുത്തത്തില്ല. അപ്പൊ അതിന് ചെയ്യാനായിട്ട് അവർ പ്രതിജ്ഞാബദ്ധമാവുകയും അവരുടെ നാട്ടിലുള്ള, കേവലം വാക്കുകൊണ്ട് പറയുകയല്ല, മറിച്ച് അവരുടെ നാട്ടിലുള്ള ഇത്തരത്തിലുള്ള ടെററിസ്റ്റ് ക്യാമ്പുകൾ, ഈ ഭീകരവാദത്തിന്റെ വിത്ത് അല്ലെങ്കിൽ അതിനെ മുളപ്പിച്ചെടുക്കുന്ന, അതിനെ അടവെച്ച് വിരിയിക്കുന്ന ടെറർ ഫാക്ടറികളുണ്ട്. ഈ ഫാക്ടറികളെ പൂർണ്ണമായും ആ രാജ്യത്ത് നിന്ന് ഇല്ലാതാക്കുകയും ഇക്കൂട്ടരെ മുഴുവൻ നിയമത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരികയും ഇവർക്ക് നൽകുന്ന സാമ്പത്തിക സഹായങ്ങളും മറ്റു തരത്തിലുള്ള സഹായങ്ങളും ട്രാൻസ്പോർട്ടേഷനും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ രാജ്യം സന്നദ്ധമാണ് എങ്കിൽ നമ്മൾ ഈ ബുദ്ധിമുട്ടിലേക്കൊന്നും പോവില്ല. അപ്പൊ അവർക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ കൊടുത്തിരിക്കുകയാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ടെററിസം എടുക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളം എടുക്കാം. നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ, ഈ ചോരയും
പിന്നെ വെള്ളവും കൂടി ഒരുമിച്ച് ഒഴുകില്ല എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന ഉണ്ടല്ലോ. അതെ. അപ്പൊ ചോര നിങ്ങൾക്ക് വേണമെങ്കിൽ ചോര ഒഴുകട്ടെ, വെള്ളമാണ് വേണ്ടതെങ്കിൽ വെള്ളം ഒഴുകട്ടെ, പക്ഷെ ഇനി രണ്ടും കൂടി ചേർന്ന് പോകില്ല എന്ന രീതിയിലത്തേക്കുള്ള അങ്ങേയറ്റം വിജയകരമായി നടപ്പാക്കാൻ കഴിയുന്ന ഒരു വാട്ടർ ഡിപ്ലോമസിയാണ്. അത് പ്രഖ്യാപിച്ച് ഉടനെ തന്നെ ഇന്ന് നോക്കൂ, ഡോൺ പത്രം ഞാൻ എടുത്ത് നോക്കി, അവരുടെ ഓൺലൈനായിട്ട് അവരുടെ പത്രം നമുക്ക് വായിക്കാൻ കിട്ടും. അത് എടുത്ത് നോക്കുമ്പോൾ അതിലുണ്ടായിരിക്കുന്ന ഒപ്പീനിയൻസ് മുഴുവനും വാട്ടർ ടെററിസം എന്ന് പറഞ്ഞിട്ടാണ്. ഈ കരാർ റദ്ദാക്കി കഴിഞ്ഞാൽ അത് പാകിസ്ഥാനെ എങ്ങനെ ബാധിക്കും, പാകിസ്ഥാന്റെ സുരക്ഷയെ എങ്ങനെ ബാധിക്കും, നാളത്തെ പാകിസ്ഥാനെ അത് എങ്ങനെയായിരിക്കും ഉണ്ടാക്കുക, 26 കോടി ജനങ്ങളെ ഇല്ലാതെയാക്കുന്ന, പാകിസ്ഥാന്റെ കാർഷിക രംഗത്തെ 80% ഇല്ലാതെയാക്കുന്ന നടപടിയാകും ഇത് എന്ന രീതിയിലത്തേക്കുള്ള ആശങ്കയുണ്ട്. ഇത് വളർന്ന് വന്നു കഴിഞ്ഞാൽ നാളെ ഒരു സമയത്ത് പാകിസ്ഥാനിൽ ഒരു സിവിൽ വാർ ഉണ്ടാവില്ല എന്നാര് കണ്ടു? കാരണം അവിടെയുള്ള ആൾക്കാർക്ക് ജീവൻ നിലനിർത്തുകയാണോ മതതീവ്രവാദം നടത്തുക എന്നുള്ളതാണോ അവരുടെ ഫസ്റ്റ് ചോയ്സ്. അവിടെയുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, ഏതൊരു രാജ്യത്താണെങ്കിലും ഭൂരിപക്ഷം സമാധാനകാംക്ഷികളായിട്ടുള്ള ആൾക്കാർ തന്നെയായിരിക്കും. അവർക്കിനി അഥവാ എന്തെങ്കിലും തരത്തിലുള്ള ഇന്ത്യ വിരോധം ഉണ്ടെങ്കിൽ പോലും ഈ ഒരു സിറ്റുവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? നിങ്ങൾ തീവ്രവാദം അവസാനിപ്പിക്കൂ, ഈ തീവ്രവാദം അവസാനിപ്പിച്ച് ഞങ്ങൾക്ക് ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള, ഞങ്ങളുടെ കുട്ടികളെ പട്ടിണിക്കിടാതെ ഇരിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം തരാനുള്ള മാർഗം നോക്കൂ എന്ന രീതിയിലത്തേക്ക് ആഭ്യന്തരമായിട്ടൊരു ഡിമാൻഡ് വന്നു കഴിഞ്ഞാൽ അത് പാകിസ്ഥാന് താങ്ങാൻ പോലും പറ്റുന്നതായിരിക്കില്ല. അപ്പൊ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇന്റർനാഷണൽ റാമിഫിക്കേഷൻസ് ഉൾപ്പെടെ, അതായത് ഇന്ത്യക്കെതിരെ ഈ രീതിയിലത്തേക്കുള്ള ഒരു ആക്രമണം നടത്തിയിരിക്കുന്നതിനെ അവരിപ്പോൾ ന്യായീകരിക്കുന്നില്ലേ? ഇപ്പൊ നമ്മൾ പല ആൾക്കാരുടെയും പ്രസ്താവനകൾ, അവരുടെ മന്ത്രിമാരുടെ പ്രസ്താവനകൾ, ഉപപ്രധാനമന്ത്രിമാരുടെ പ്രസ്താവനകൾ, ഇതൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവരുടെ പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് മുഴുവനും, ഭരണപക്ഷത്തായിക്കോട്ടെ പ്രതിപക്ഷത്തായിരിക്കോട്ടെ, അവരെല്ലാവരും ഇന്ത്യ വിരുദ്ധമായിട്ടാണ് ചിന്തിക്കുന്നത്. പാകിസ്ഥാന്റെ പാർലമെന്റിന് 2 സഭകളുണ്ട്, നമ്മൾക്ക് ഉള്ളതുപോലെ തന്നെ. അതിലെ ഉപരിസഭയായിട്ടുള്ള സെനറ്റ് സംയുക്തമായിട്ടുള്ള ഒരു പ്രസ്താവന പാസ്സാക്കിയിട്ടുണ്ട്. അതിൽ ഭരണപക്ഷമുണ്ട്, ലീഡർ ഓഫ് ദി ഓപ്പോസിഷൻ ഉൾപ്പെടെ ഒപ്പിട്ടിരിക്കുന്ന ഒരു പ്രസ്താവന. ആ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കാശ്മീരി ജനതയ്ക്ക് സ്വയം നിർണയ അവകാശം ലഭ്യമാക്കാനുള്ള അവരുടെ നീതിപൂർണമായിട്ടുള്ള പോരാട്ടത്തിന് പാകിസ്ഥാൻ എല്ലാ കാലവും പ്രതിജ്ഞാബദ്ധമായിരിക്കുമെന്നാണ്. എന്ന് വെച്ചാൽ കാശ്മീർ സ്വതന്ത്രമാകണം, അവിടെയുള്ള ആൾക്കാർക്ക് സെൽഫ് ഡിറ്റർമിനേഷൻ പവർ ഉണ്ടായിരിക്കണം, അത് ഇന്ത്യ ഭരിക്കേണ്ടുന്ന ഒരു സ്ഥലമല്ല, അതിനു വേണ്ടിയിട്ട് ന്യായമായിട്ടുള്ള പോരാട്ടമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടുന്ന രീതിയിലത്തേക്കുള്ള എല്ലാവിധ ധാർമ്മികമായിട്ടുള്ള, രാഷ്ട്രീയമായിട്ടുള്ള, നയപരമായിട്ടുള്ള പിന്തുണയും പ്രതിബദ്ധതയും ഞങ്ങൾ റീഅഫേം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഞങ്ങളിതാ വീണ്ടും നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നടന്നിരിക്കുന്ന തീവ്രവാദത്തിനെ അവലപിക്കുന്നതിന് പകരം ആ തീവ്രവാദം എന്ന് പറയുന്നത് അവിടുത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ ലോകത്തിൽ ഇത് പറയുന്ന ഒരേ ഒരു രാജ്യം കാശ്മീരുമായി ബന്ധപ്പെട്ട് അത് പാകിസ്ഥാനാണ്. അതല്ലാതെ പറയുന്നത് തീവ്രവാദ സംഘടനയാണ്. ആ തീവ്രവാദ സംഘടനകളുടെ എല്ലാം കാലമർന്നിരിക്കുന്നത് പാകിസ്ഥാനിന്റെ മണ്ണിലുമാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമുള്ള റിക്വയർമെന്റ്, ആ റിക്വയർമെന്റിനെ ഒരു തീവ്രവാദ സംഘടന നടപ്പാക്കുമ്പോൾ പാകിസ്ഥാൻ എന്ന രാജ്യം അതിൽ അപലപിക്കുന്നതിന് പകരം അവർ പറയുകയാണ് സ്വാതന്ത്ര്യ സമര പോരാളികളല്ല അവിടെ വന്നതെന്ന് ആര് കണ്ടു? എന്ന് വെച്ചാൽ അവർ പറയുന്നത് കാശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന പ്രവിശ്യയാണ്. അവിടെയുള്ള ആൾക്കാർക്ക് അവരുടേതായിട്ടുള്ള നൈതികതയുണ്ട്, അവരുടെ സ്വയം നിർണയ അവകാശമുണ്ട്, അവരുടേതായിട്ടുള്ള നിശ്ചയദാർഢ്യമുണ്ട്. അത് ഇന്ത്യ വിരുദ്ധതയാണ്. അപ്പൊ ആ ഇന്ത്യ വിരുദ്ധതയെ ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലത്തേക്ക് അവരുടെ സെനറ്റ് തീരുമാനിക്കുകയാണ്. ഞാൻ പറയുന്നത് തിരിച്ചടിക്കണമെങ്കിൽ ഇത്രത്തോളം അധാർമികമായി ചിന്തിക്കുന്ന ഒരു അധമ രാജ്യമാണ് അയൽപ്പക്കത്തുള്ളത് എന്നതും അവരുടെ ഈ ഒരു പ്രസ്താവനയും ഇതിന് ധാരാളമല്ലേ? ഇതിന് പുറത്തല്ലേ മറ്റുള്ള മന്ത്രിമാരുടെ സ്റ്റേറ്റ്മെന്റുകൾ വന്നിരിക്കുന്നത്? അതായത് നോക്കൂ, ഞങ്ങൾ ഇതിനു മുമ്പ് പല രാജ്യങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള തീവ്രവാദം എന്ന ചേടിവേല ചെയ്തു കൊടുത്തിട്ടുണ്ട്. അമേരിക്കയ്ക്ക് വേണ്ടി ഈ ഡർട്ടി ബിസിനസ് 3 പതിറ്റാണ്ടായിട്ട് ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നവർ പറയുകയാണ്. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പരോക്ഷമായിട്ട് തന്നെ, പല കാര്യങ്ങളിലും പ്രത്യക്ഷമായിട്ട് തന്നെ ആ ഭരണയന്ത്രം നിയന്ത്രിക്കുന്ന ആൾക്കാർ, നിയന്ത്രിക്കാൻ അവിടെ പ്രത്യേകിച്ച് യന്ത്രമൊന്നുമില്ല, മുഴുവൻ പട്ടിണിയാണെന്ന് നമുക്കറിയാം. എങ്കിൽ പോലും ആലങ്കാരികമായി പറഞ്ഞാൽ അത് നിയന്ത്രിക്കുന്ന ആൾക്കാർ മുഴുവനും അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്? ഇന്ത്യ വിരുദ്ധത. അവിടെ ഒരു പാക്കറ്റ് ഗോതമ്പ് പൊടി വാങ്ങാനായിട്ട് കഴിവില്ലാത്തവനും ഇന്ത്യ വിരുദ്ധത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാടി വരുന്ന ഘട്ടമാണെന്ന് നമുക്കറിയാം. അപ്പൊ ഇന്ത്യയിലെ ഒരു IPL എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോഷ് ക്രിക്കറ്റ് ലീഗ് നടക്കുന്നുണ്ടല്ലോ, അതിന് പകരമായിട്ട് പാകിസ്ഥാനിൽ ഒരു ലീഗ് നടക്കുന്നുണ്ടല്ലോ. അവിടെ വലിയ പ്രകടനം നടത്തുന്ന ആൾക്കാർക്ക് അവർക്ക് കൊടുക്കാൻ കഴിയുന്നത് ആ രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥയെ കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട്. ഈ ബിയേർഡ് ട്രിമ്മറാണ്, താടി വടിക്കാനുള്ള അല്ലെങ്കിൽ ട്രിം ചെയ്ത് നിർത്താനുള്ള ബിയേർഡ് ട്രിമ്മർ, ഹെയർ ഡ്രയർ. നമ്മുടെ നാട്ടിൽ 700 രൂപയ്ക്കും 600 രൂപയ്ക്കും കിട്ടുന്ന കാര്യമാണ് ഒരു കളിയിലെ മികച്ച താരമായിട്ട് വരുന്ന ആളിന് അവർ പാരിതോഷികമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ അത്രത്തോളം ദാരിദ്ര്യം അനുഭവിക്കുന്ന ആൾക്കാരുള്ള ഒരു രാജ്യമാണ്. ആ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിനെ ഒന്നിച്ചു നിർത്തുന്ന ഒരേ ഒരു കാര്യം ഇന്ത്യ വിരുദ്ധതയാണ്, ഹിന്ദു വിരുദ്ധതയാണ്. ബീജാവാപത്തിൽ തന്നെ ഇന്ത്യ വിരുദ്ധതയും ഹിന്ദു വിരുദ്ധതയുമുള്ള ഒരു രാജ്യമല്ലേ പാകിസ്ഥാൻ? മതാടിസ്ഥാനത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു രാജ്യമല്ലേ? അതിനുശേഷം ഇന്ന് വരെ ഇന്ത്യയുടെ അതിർത്തി മാന്താനായിട്ട് വരുന്നു എന്നതിനപ്പുറത്തേക്ക് എന്ത് നേട്ടമാണ് രാജ്യം ചെയ്തിട്ടുള്ളത്? നമ്മൾ പലപ്പോഴും പറയാറില്ലേ, ഇപ്പോ ചൈനയിൽ ചന്ദ്രനിൽ അതിന്റെ അപ്പുറത്തെ സൈഡിൽ പോയി ലാൻഡ് ചെയ്ത സമയത്തുണ്ടായിരുന്ന ഒരു ട്രോളുണ്ട്.
പാകിസ്ഥാനെ കൃത്യമായിട്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ എവിടെയാണ്, പാകിസ്ഥാൻ എവിടെയാണ് എന്ന് അടയാളപ്പെടുത്തുന്ന ഒരു ട്രോൾ. ഇന്ത്യ ചന്ദ്രന്റെ അപ്പുറത്തെ ഭാഗത്ത് പോയി ലാൻഡ് ചെയ്തപ്പോൾ പാകിസ്ഥാൻ ഇപ്പോഴും കാശ്മീരിലേക്ക് കടക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാശ്മീരിലേക്ക് ലാൻഡ് ചെയ്യാനായിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന്. ആ രീതിയിലത്തേക്ക് ഇന്ത്യ വിരുദ്ധത മാത്രം പൊഴുങ്ങി തിന്നുകൊണ്ട് കഴിയുന്ന ഒരു രാജ്യമാണ് അവര്. അവർക്ക് അടി കൊടുക്കുക, ആ അടി കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ബ്രോക്കൺ ആയിട്ടുള്ള ഒരു നേഷനോട് കൂടി, ഇത്രത്തോളം അധമമായിട്ടുള്ള ഒരു രാജ്യത്തിനോടൊപ്പം, ഇത്രത്തോളം സാമ്പത്തികമായി തകർന്ന, ഒരാൾക്കും 5 പൈസയുടെ പ്രയോജനം ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു രാജ്യത്തിനോട് കൂടി ചേർന്ന് നിൽക്കാനായിട്ട് വിവരമുള്ള ഭരണാധികാരികളുള്ള ഒരു ലോകരാഷ്ട്രവും തയ്യാറാവില്ല. അതുകൊണ്ട് തന്നെ അടിച്ചാൽ പാകിസ്ഥാന്റെ അവസാനത്തെ അടിയായിരിക്കും അത് എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. പക്ഷെ അവർക്ക് ബെഫറ്റിംഗ് ആയിട്ടുള്ള ഒരു റിപ്ലൈ, എല്ലാ ആൾക്കാർക്കും ഒരു സെൻസ് ഓഫ് ക്ലോഷർ കൊടുക്കുന്ന രീതിയിലത്തേക്ക് വളരെ ആസൂത്രണം ചെയ്ത് വളരെ കൃത്യമായി പ്രിസിഷൻ ടാർഗറ്റിംഗിൽ അത് കൊടുക്കാനായിട്ട് നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനും നമ്മുടെ സൈനിക ലീഡർഷിപ്പിനും കഴിയും എന്ന് തന്നെയാണ് ഓരോ ഭാരതീയനും കരുതുന്നത്.